ബയോളജി തേർഡ് ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാറ്റിക്സ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾക്ക് എന്തറിയാം, നമ്മളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നതിന് അതിൻ്റേതായ ടിഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ 8th and 9th ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഡൂയിങ് ദി സെയിം ഫങ്ഷനെ നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള സെല്ലുകൾ ഉപയോഗിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എല്ലാത്തിനും അതിൻ്റേതായ ഫങ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും നോർമൽ ഫങ്ഷനിങ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ മാറ്റങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾക്ക് എന്ത് കാണുന്നുണ്ട്, ഒരു 2 ആളുകളുടെ പിക്ചർ കാണുന്നുണ്ട്. എന്താണ് അതിൽ കടുത്ത്, ഒരാൾ വളരെ ടോളാണ്, മറ്റേ ആൾ ഹൈറ്റ് വളരെ കുറവാണ്, ഷോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റിലുള്ള ഈ ഒരു ഡിഫറൻസ് അതിനെന്തായിരിക്കാം കാരണം? ഓക്കെ, നിങ്ങൾ ഹോർമോൺ ഇൻബാലൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് അവരുടെ ഈ ഹൈറ്റിനുള്ള കാരണം എന്തായിരിക്കാം, ഹോർമോൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റികളെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ എൻഡോക്രൈൻ സിസ്റ്റമാണ്. ഓക്കെ, ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതിൻ്റെ സെക്രീഷൻസും, അതായത് അതിൻ്റെ സെക്രീഷൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് അടങ്ങുന്നതാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ സെക്രീഷൻസ് കാൾഡ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ഹോർമോണുകളും ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ദാറ്റ് റെഗുലേറ്റ് ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, സെല്ലുലാർ ആക്ടിവിറ്റികളെ റെഗുലേറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ്. ദെൻ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഈ ഹോർമോണുകളെ ക്യാരി ചെയ്ത് മറ്റുള്ള ടിഷ്യൂകളിൽ എത്തിക്കാൻ അതിന് പ്രത്യേകിച്ച് ഡക്റ്റുകളൊന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആരാണ്, ബ്ലഡ് വെസൽസിലൂടെയാണ്. അതേപോലെ ഈ ഹോർമോൺസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഡക്റ്റുകളൊന്നുമില്ല. സോ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹോർമോൺസ് എങ്ങനെയാണ് സെല്ലുകളിലേക്ക് എത്തുന്നത്? ദ ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബ്ലഡിൽ മിക്സ് ആയിട്ടാണ് ഹോർമോണുകൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് എല്ലാ സെല്ലുകളിലും ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം അല്ലേ. അതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിൽ മിക്സായിട്ടുള്ള ഹോർമോൺ മോളിക്യൂളുകൾ പ്രവർത്തിക്കേണ്ട സെല്ലുകളിൽ ആ ഹോർമോൺ മോളിക്യൂളിന് ആപ്റ്റായിട്ടുള്ള റിസപ്റ്റർ സെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ഏത് ഭാഗത്താണോ ഈ ഹോർമോൺ പ്രവർത്തിക്കേണ്ടത് അതിന് ഫിക്സ് ആയിട്ടുള്ള റിസപ്റ്റർ സെല്ലുകൾക്ക് മാത്രമേ ആ ഹോർമോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം, ഓൺലി ദോസ് സെൽസ് ഹാവിങ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ക്യാൻ റിസീവ് എ സ്പെസിഫിക് ഹോർമോൺ. ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് ദ റിസപ്റ്റർ ടു ഫോം ദി ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഓക്കെ, അങ്ങനെയാണ് ഓരോ കോംപ്ലക്സുകളിലും ഫോം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഹോർമോണുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുകയും എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽ ആൻഡ് ദ സർട്ടൻ ചേഞ്ചസ് ഒക്കർ ഇൻ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ഗ്ലാൻഡുകളായിട്ട് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അതിനെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി തന്നിരിക്കുന്ന ടോപ്പിക് എന്താണ്, ആഫ്റ്റർ ഡൈജഷൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡൈജഷൻ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്. ആ ഡൈജഷനിലൂടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു അല്ലെ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് അതെല്ലാം ഉണ്ടാവുന്നു, അതൊക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫോം ചെയ്യുന്ന ആസ് എ പാർട്ട് ഓഫ് ഡൈജഷൻ എന്താണ്, ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എവിടേക്ക് എത്തണം, സെല്ലുകളിലേക്ക് എത്തിയാൽ മാത്രമേ
അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്നുള്ളത്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഗ്ലൂക്കോസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പാൻക്രിയാസ് കാണുന്നുണ്ടാവും. എങ്ങനെയാണ് നോക്കൂ, അതൊരു ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറാണ്. അതിൽ വന്നിട്ട് ആൽഫ സെൽസും ബീറ്റ സെൽസും കാണുന്നുണ്ട്. അല്ലെ, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ആണ്, നമുക്ക് പാൻക്രിയാസിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിന് തൊട്ട് മുകളിലുള്ള ഡിയോഡനത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പാൻക്രിയാസ്. ഓക്കെ, അതെന്താണ്? ഡിയോഡനം എന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന പോലെ കാണുന്നതാണ്. അപ്പോൾ എന്താണ്? സ്റ്റൊമക്കിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇത് കാണുന്നത്. ദ ബീറ്റ സെൽസ് ഇൻ ദ സെൽ ക്ലസ്റ്റർ ഓഫ് ദിസ് ഗ്ലാൻഡ് കാൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസ് എന്നുള്ള ആ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോഗോണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് അതിൽ എന്താണ്? ആൽഫ സെൽസും ബീറ്റ സെൽസും ഉണ്ട്. ഈ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോഗോണാണ്. ദെൻ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഓക്കെ, നമ്മളിപ്പോൾ ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും, ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്തു എന്നൊക്കെ, അല്ലേ? അതേ ഇൻസുലിൻ തന്നെയാണ്. ഓക്കെ, ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസുകളെ സ്വീകരിക്കുകയും ദെൻ കൺവേർട്ട് ദിസ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. ഓക്കെ, ഈ ഗ്ലൂക്കോസിനെ എന്തായി കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്യുന്നു ഇൻ ലിവർ ആൻഡ് മസിൽസ്. ഓക്കെ, ദെൻ ഗ്ലൂക്കോഗോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത് ഈ ലിവറിലും മറ്റും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? സിന്തസിസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അപ്പോൾ ഗ്ലൂക്കോഗോൺ ആണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസുലിൻ എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ സിന്തസിസ് ചെയ്യുകയും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും ആക്ഷൻ. നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പാരൻസ് ഷുഗറൊക്കെ നോക്കാൻ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഈ ഗ്ലൂക്കോഗോണിൻ്റെയും ഇൻസുലിൻ്റെയും കൃത്യമായ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ ഷുഗർ കണ്ടൻറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് കണ്ടൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണത്? നോക്കൂ, ഇപ്പോൾ ലെവൽ ഓഫ് ദ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് 70 to 110 mg/100 ml. ഹൈ ആണെങ്കിൽ എന്താണ്? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലേ? ഇൻസുലിൻ കുറയുമ്പോഴാണ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി കൺവേർട്ട് ആവാതിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹൈ എന്ന ഭാഗത്ത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഈസ് ലോ ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഈസ് ഹൈ. അങ്ങനെ ഗ്ലൂക്കോഗോണിൻ്റെ പ്രസൻസ് കൂടുതലാണെങ്കിലല്ലേ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ ആണെങ്കിൽ, ഇപ്പോൾ ഷുഗർ ലോ ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ് അർത്ഥം? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്, ഗ്ലൂക്കോഗോൺ പ്രൊഡക്ഷൻ കുറവാണ്. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ദെൻ വെൻ ഇൻസുലിൻ ഫെയിൽസ്, എന്താണ്? ഇൻസുലിൻ പ്രവർത്തിക്കാൻ ഒരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക. ഡ്യൂ ടു സം റീസൺ ഇൻസുലിൻ പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇഫ് ഇറ്റ് ഈസ് ഡിക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്, ബീറ്റാ സെല്ലുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്ന് ഇൻസുലിൻ്റെ സെക്രീഷൻ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുന്നു? ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. എക്സസ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ യൂറിൻ. അപ്പോൾ ഈ ബ്ലഡിലേക്ക് വരുന്ന ഈ എക്സസ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? യൂറിനിലൂടെ എക്സ്പെൽ ചെയ്യപ്പെടുന്നു, പുറന്തള്ളപ്പെടുന്നു. നോർമലി ദർ ഈസ് നോ ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. നോർമലി എന്താണ്? യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് ഇല്ല. So, diabetes is clinically refers to as the condition when the level of glucose before breakfast is about 126 mg/100 ml of blood
Then increased appetite and thirst and frequent urination are the major symptoms of diabetes. എന്താണ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് 126 mg വരെ നോർമൽ ആണെന്നാണ് പറയുന്നത്. ദെൻ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? വിശപ്പ് കൂടുന്നത്, വെറുതെ ദാഹിക്കുന്നത്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇതെല്ലാം എന്താണ് സിംറ്റംസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. The blood test that precisely determines the level of glucose in blood for 3 months plays a crucial role in the diagnosis of diabetes. എന്താണ് 3 മാസത്തിലൊരിക്കൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത് ഡയബറ്റിസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദെൻ എന്താണ് ഡയബറ്റിസ്? ഡയബറ്റിസ് എന്ന് പറയുന്നത് ദ റീസൺ ഫോർ ടൈപ്പ് 1 ഡയബറ്റിസ്. 2 തരത്തിലുള്ള ഡയബറ്റിസ് ആണ് അത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 ടൈപ്പ് ഡയബറ്റീസിന് കാരണമാവുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിലുള്ള കുറവാണ്. ദെൻ ദ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ബൈ T ലിംഫോസൈറ്റ്സ്. എന്താണ് ബീറ്റാ സെല്ലുകളുടെ അഭാവമാണ് ഇത്തരത്തിൽ ഇൻസുലിൻ കുറയാൻ കാരണമാകുന്നത്. ഓക്കെ, ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബൈ ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുകയോ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് നമുക്കതിനൊരു മാറ്റം കൊണ്ടുവരാവുന്നതാണ്. ദെൻ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാരണം എന്താണ്? ഇൻഎബിലിറ്റി ടു ടാർഗറ്റ് സെൽസ് ടു മേക്ക് ഷുവർ യൂസ് ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന ഹോർമോണിനെ ടാർഗറ്റ് സെല്ലുകൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഒബിസിറ്റി, ജീൻ ഡിഫക്ട്സ്, ഇതെല്ലാം ഈ അസുഖത്തിന് കാരണമാവുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ബൈ എക്സസൈസ്, കൺട്രോൾ ഓഫ് ഫുഡ് ആൻഡ് യൂസ് ഓഫ് മെഡിസിൻസ്. ഓക്കെ, then the World Health Organization and International Diabetic Federation jointly observes November 14 as the World Diabetes Day every year. നവംബർ 14 എന്താണ്? വേൾഡ് ഡയബറ്റിസ് ഡേ ആണ്. ഇറ്റ് purpose is to create awareness against the increase of diabetes. എന്താണ്? ഡയബറ്റീസിനെതിരെ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ബ്ലൂ കളർ സർക്കിളാണ് ഈ വേൾഡ് ഡയബറ്റിസ് ഡേയുടെ ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ.